ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഉള്ളി കൊണ്ടുള്ള ഒരു തീയലാണ്. കേരള സ്റ്റൈൽ ചെറിയ ഉള്ളി കൊണ്ടുള്ള ഒരു തീയൽ. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കനും പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് വേണ്ടുന്ന ചെറിയ ഉള്ളി ഒന്ന് തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ശേഷം വൃത്തിയാക്കിയതിന് ശേഷം അതിനൊരു പാത്രത്തിലെടുക്കുക. എന്നിട്ട് അതൊന്ന് കട്ട് ചെയ്ത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വയ്ക്കുക. അതിന് ശേഷം കുറച്ച് തേങ്ങാപ്പീര എടുത്ത് ഒന്ന് ചൂടാക്കാൻ വയ്ക്കുക. ഫ്രൈ പാൻ വെച്ചിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ചൂടാക്കുക. ചൂടാക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇതിൽ നിന്ന് കുറച്ച് ഉള്ളി എടുത്തിട്ട് ഇതിലേക്കൂടെ ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ട് നല്ല ബ്രൗണിഷ് കളറാവുന്നത് വരെ ഒന്ന് ചൂടാക്കുക. അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി ആദ്യം ഇട്ട് കൊടുക്കണം. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ വേണമെങ്കിൽ ഇതിൽ ഇട്ട് കൊടുത്താൽ നന്നായിരിക്കും. ഞാൻ കറിവേപ്പില കൂടെ ഇട്ടിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഒരു രണ്ട് സ്പൂൺ മതിയാവും മുളക് പൊടി. കുറച്ചുകൂടെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ടൊന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കുക. ചൂടാക്കി ഒന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് വയ്ക്കുക. അപ്പോൾ അതിന് ശേഷം നമ്മൾ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിനകത്ത് കടുക് പൊട്ടിക്കുക. കടുക് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നവണ്ണം ഇളക്കി കൊടുക്കുക. അപ്പോൾ ഏതാണ്ട് ഒരു ബ്രൗണിഷ് കളർ പോലെ വരുന്ന ആ സമയത്ത്, അധികം മൂത്ത് വേണം, ബ്രൗണിഷ് കളർ പോലെ ആയി വരുന്ന സമയത്ത് നമ്മൾ ആവുന്നത് വരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ലവണ്ണം ഇളക്കുക. എന്നിട്ട് നമ്മൾ കുറച്ച് പുളിവെള്ളം, നല്ല പുളി പിഴിഞ്ഞ വെള്ളം കൂടെ ചേർത്ത വെള്ളം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് പുളി എന്ന് പറഞ്ഞാൽ കുറച്ച് മതിയാവും. അതും കൂടെ വെച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ചൊരു ഉപ്പും കൂടെ ഇട്ട് നല്ലവണ്ണം ചൂടാക്കുക. അത് തിളപ്പിച്ചെടുക്കുക. എന്നിട്ട് മിക്സിയിൽ വെച്ചിട്ട് നമ്മൾ നേരത്തെ തണുപ്പിച്ച് വെച്ച ആ തേങ്ങ ഒന്ന് മിക്സിയിൽ വെച്ച് അരച്ച് എടുക്കുക. ആ അരവും കൂടെ ഇതിനകത്തിട്ട് ഇട്ട് നല്ലവണ്ണം മിക്സ് ചെയ്ത് ഇതാക്കി ചൂടാക്കിയാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള തീയൽ നമുക്ക് കിട്ടും. പിന്നെ വേണമെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അത്രയും മതിയാവും. ആവശ്യത്തിന് വെള്ളം അതല്ല, നമുക്ക് അതിൻ്റെ പരുവത്തിന് നോക്കിയിട്ട് എടുക്കാം. ഓക്കെ, അപ്പം നമുക്ക് സ്വാദിഷ്ടമായ നല്ലൊരു തീയൽ നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോറിൻ്റെ കൂടെയും എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പം എല്ലാവരും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.